മഹാലക്ഷ്മി 29 വയസ്സുള്ള യുവതി. ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവൾ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനം അവളുടെ സഹപ്രവർത്തകനായ മുക്തി രഞ്ജൻ ഭായിയോടുള്ള വിശ്വാസമായിരുന്നു. മുക്തിയും മഹാലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം ആദ്യ ദിവസങ്ങളിൽ നല്ല രീതിയിലായിരുന്നെങ്കിലും അത് പിന്നീട് അസൂയയും അക്രമത്തിലേക്കും നയിച്ചു. ഇരുവരും തമ്മിൽ തർക്കങ്ങൾ കൂടിയപ്പോഴാണ് മരണം അവളുടെ മുന്നിലേക്ക് കടന്നു വന്നത്. 2024 സെപ്റ്റംബർ 27 ഈ ഞെട്ടിക്കുന്ന കൊലപാതകം നടക്കുന്നത്. ദാരുണമായ ഒരു തർക്കത്തിനിടയിൽ മുക്തി രഞ്ജൻ തൻ്റെ ക്രൂരമുഖം പുറത്തെടുത്തു. മഹാലക്ഷ്മിയെ കൊല്ലുന്നതിനായി അവൻ ആസൂത്രണം ചെയ്തു. അവളെ തീർച്ചയായും ഇല്ലാതാക്കണമെന്ന് ഉറപ്പിച്ചു. കൊലപാതകത്തിന് ശേഷം മുക്തി രഞ്ജൻ അവളുടെ ശരീരം 59 ഭാഗങ്ങളായി മുറിച്ച ശേഷം ഫ്രീസറിനുള്ളിൽ സൂക്ഷിച്ചു. ക്രൂരതയുടെ അതിരുകൾ അതിക്രമിച്ച കൊലപാതകമാണിത്. മരണശേഷം മുക്തിരഞ്ജൻ തൻ്റെ സഹോദരന്മാരുടെ സഹായത്തോടെ ബംഗളൂരുവിൽ നിന്ന് ഒഡീഷയിലേക്ക് രക്ഷപ്പെട്ടു. അവൻ ഭയന്നിരുന്നു. അന്തിമമായി ഭയവും കുറ്റബോധവും അവനെ കീഴടക്കി. ഒഡീഷയിലേക്ക് ഭദ്രാക് ജില്ലയിൽ ഒരു മരത്തിൽ തൂങ്ങി അവൻ ആത്മഹത്യ ചെയ്തു. മരിക്കുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പിൽ മഹാലക്ഷ്മി തന്നെ കൊല്ലാൻ ശ്രമിച്ചതിനാൽ അവളെ കൊന്നതായി അവൻ അവകാശപ്പെട്ടു. ബംഗളൂരുവിൽ നടന്ന ഈ കൊലപാതകം ഇപ്പോഴും മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഒരു ബന്ധം എത്ര ക്രൂരമായ അവസാനമാകാൻ സാധിക്കുമെന്നതിൻ്റെ തൽസാക്ഷ്യമാണ് മഹാലക്ഷ്മി കേസ്. അതേസമയം സ്ത്രീ സുരക്ഷ, വിശ്വാസം, മനുഷ്യത്വം ഇവയെല്ലാം വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ്.